വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ കുഞ്ഞു കിടക്കാച്ചി വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വണ്ടിയുടെ ഓണർ നിലവിൽ ഇവിടെ എത്താൻ ഒരു ചെറിയൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ നൗഷാണനാണ് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വണ്ടിയുടെ പടുത ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ പടുത വർക്കിലേ ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുഞ്ഞു കിടക്കാച്ചി വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നോക്കി നമ്മുടെ വണ്ടി പടുത ഇടാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പം വേറൊരു വണ്ടിയുണ്ട്, ഇപ്പുറം കിടക്കുന്ന ഒരു വണ്ടിയുണ്ട്, അത് ഈ വണ്ടിയുടെ ഫ്രണ്ട് തട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഈ വണ്ടിയുടെ പടുത ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി തുടങ്ങുന്നത്. നമ്മുടെ വണ്ടി ഇന്നറൊക്കെ അടിച്ചിട്ട് കേട്ടോ. ആദ്യമേ നമ്മുടെ വണ്ടിക്ക് തട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളത് തട്ട് ക്യാൻസൽ ചെയ്തു, കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം. അല്ലെങ്കിൽ ഫുൾ തട്ട് ഇതുപോലെ തന്നെ ഫുൾ തട്ടും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം അടിച്ചിട്ടതായിരുന്നു. പിന്നെയാണ് നമ്മളത് മാറ്റിയത്. പിന്നറൊക്കെ അടിച്ചിട്ടത് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ സ്പീക്കറായിട്ട് ബാക്കിലത്തെ തട്ട്, പിന്നെ ഈ ഹാൻഡിലിൻ്റെ പക്കത്തുള്ള തട്ടടിക്കണം, പിന്നെ സൈഡിലത്തെ ഈ ഒരു പീസും കാര്യങ്ങളും. അപ്പോൾ അതിനുള്ള പ്ലൈവുഡാണ് ഇരിക്കണം കേട്ടോ. അപ്പം വീൽ കപ്പ് നമ്മൾ മേടിച്ചു. ഇതാണ് 5 ഇതളിൻ്റെ വീൽ കപ്പാട്ടോ മേടിച്ചു. ഫ്രണ്ടിൽ 12 ഇതളിൻ്റെ. ഓക്കെ, വിഷയമാണ്. ഇതാണ് നമ്മൾ വണ്ടിയെ കയറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ നമുക്ക് വീൽ കപ്പ് ഇടാം. വീൽ കപ്പ് നമുക്ക് 5 ഇതളും കൂടെ ഇടണം. ഇതാട്ടോ 5 ഇതള് തന്നെ. എനിക്ക് അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ വീൽ കപ്പ്. ഈ വേറെ സാധനം കൂടെ ഉണ്ടല്ലോ, അതിടെ മറന്നുപോയി. അതോടെ ഇതേ. അപ്പോൾ ഇവിടെ കിടന്നൊരു വണ്ടി ഇപ്പം പരിപാടി കഴിഞ്ഞ് വിട്ടു. ഇത് നമ്മുടെ വണ്ടിയെ പരിപാടി അമീർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ മുഖം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നൗഷാദന്റെ പണ്ടത്തെ ശിഷ്യനാണ്, ഇപ്പം ആശാനായി. ഈ ആശാന്റെ ശിഷ്യന്മാരാണ് അത് അകത്തിരിക്കണത്. ഓക്കെ, വണ്ടി ഇത് സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ. അപ്പോൾ മുകളിലത്തെ പടുതയും കാര്യങ്ങളും തയ്ച്ചാണ് നമ്മൾ ഇടുന്നത്. ഓൾറെഡി അകത്ത് ഇന്നറും കാര്യങ്ങളൊക്കെ അടിച്ചു കേട്ടോ. അതെ, ഇന്നർ അടിച്ച് സെറ്റാക്കി ഇട്ടേക്കുവാണ്. ഇത് അവിടെ 2-3 വണ്ടി അടിക്കാൻ കിടക്കണം. ഇത് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ 2-3 വണ്ടി അടിക്കാൻ വേണ്ടി കിടക്കുന്നു. അത് ഒരു വണ്ടി എറണാകുളത്ത് നിന്ന് ഒന്നാണ്. ഇത് അമീറിൻ്റെ ഫ്രണ്ടിന് ആഷിഖിൻ്റെ ഡാഡിയുടെ വണ്ടിയാണ്. ഇവിടെ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. ഇത് അമീറിൻ്റെ അനിയൻ്റെ അളിയനാട്ടോ. ഇങ്ങനെ നോക്കിയാ നോക്കടാ, നാണക്കാരൻ. നൗഷാദന്റെ മൂത്ത മോനാട്ടോ ഈ വെട്ടണേ. പേരനാടാ കുട്ടാ? അല്ല മീൻ. ശിവനാട്ടോ വേണ്ടിയത് തട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. സ്കെച്ചൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ഒരു വെറൈറ്റി ഡിസൈനിലാണ് അവൻ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ടിലത്തെ തട്ടിനുള്ള ഡിസൈൻ വെട്ടു കേട്ടോ. നോക്കി, ഫ്രണ്ടിലത്തെ തട്ടിനുള്ള ഡിസൈൻ വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഫ്രണ്ടിലത്തെ തട്ടിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം ജസ്റ്റ് ഇവിടെ ഹോൾ ഇടണം, നമുക്ക് മീറ്ററും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൽ ക്ലോത്ത് അടിക്കാൻ വേണ്ടി. ഇത് ഇപ്പം അടിക്കണ സൈഡ് ബോർഡല്ലേ? അപ്പോൾ സൈഡ് ബോർഡിൻ്റെ നമ്മൾ അലങ്കുട്ടറാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരാ വന്നേന്ന് നോക്കിയേ ഗൈസ്, നോക്കൂ. വെള്ളം കൊണ്ടുവന്ന് നന്നായി. അയ്യോ, വെള്ളമില്ലാതെ അലയുകയായിരുന്നു. അപ്പോൾ ഇത് നോക്കി, അമീർ നമ്മുടെ പടുതയും കാര്യങ്ങളും തയ്ക്കാൻ വേണ്ടി ഓൾറെഡി തുടങ്ങി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പടുത റെഡിമെയ്ഡ് മേടിക്കണേക്കാളും ഇച്ചിരൂടെ നല്ലത് തയ്ച്ചിടുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവും കാര്യങ്ങളും കിട്ടും. നമ്മൾ സൈഡ് ബോർഡ് കയറ്റുക കേട്ടോ. സൈഡ് ബോർഡ് 2 സൈഡിൽ സെറ്റ് ചെയ്യുക. നമ്മുടെ അലൻ കുട്ടാപ്പിയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സൈഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നെറ്റ് ബോൾട്ട് ഇട്ട് മുറുക്കണം, നന്നായിട്ട് ടൈറ്റ് ചെയ്ത്.
അപ്പോൾ ഇത് ഇങ്ങനെ വരയിട്ടാട്ടോ കറക്റ്റ് വണ്ടിയെ വെച്ച് വരയിട്ട് വേണം നമ്മളിത് എടുക്കാൻ, അല്ലെങ്കിൽ അളവ് മാറിപ്പോയി പണി പാടും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് തട്ടിനുള്ള നമ്മൾ തുണി അടിക്കുകയാണ്. തുണിയെ പശ തൂത്ത് ബ്ലാക്കാണ്, ഫുൾ ബ്ലാക്കാണ് ചെയ്യണത്. അതാകുമ്പോഴത്തേനും ഇവിടെ ചെളി പറ്റിയാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. ഇത് അപ്പോൾ ഈ ബ്ലാക്ക് തുണിയായിട്ട് അടിക്കണേ, ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചിട്ട് വേണം നമുക്ക് അവിടെ ചതുരം പോലെ വെട്ടാം, മീറ്ററൊക്കെ കാണാൻ വേണ്ടി. ഇത് ഓൾറെഡി നമ്മുടെ തട്ട് അടിച്ചു കേട്ടോ, നോക്കി എങ്ങനെയുണ്ട്, അടിപൊളിയല്ല. ഇനി ഇവിടെ നമ്മൾ ഒരു റെഡ് ഇതോടെ അടിക്കും, നല്ലൊരു ബോർഡർ പോലെ നല്ല ഫിനിഷിങ്ങിൽ വരത്തുള്ളൂ. അപ്പോൾ ഇത് ഫ്രണ്ടിലത്തെ തട്ടും കാര്യങ്ങൾ ഓൾറെഡി പണിതായിരുന്നു. അപ്പോൾ ഇത് രാവിലെ വന്ന് തട്ട് നമ്മൾ വണ്ടിയെ കയറ്റുക കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട്? തട്ട് വെച്ചപ്പോൾ വണ്ടിക്ക് ഒരു പ്രത്യേക ലുക്കായി. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ ഇതിട്ടു കേട്ടോ, പ്ലാസ്റ്റിക്. അതായത് വെള്ളം ഒരു കാരണവശാലും വണ്ടിക്ക് അകത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിക് ഇടുന്നത് കേട്ടോ. പിന്നെ ചൂടും കുറയും, പിന്നെ വെള്ളം ഇറങ്ങത്തില്ല. മെയിനായിട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റാപ്ലർ കൊണ്ട് അത് വലിച്ച് അടിക്കുക. നമ്മുടെ അലൻകുട്ടാപ്പി കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി പടുതയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് തയ്ച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അളവെടുക്കാൻ വേണ്ടി ഓൾറെഡി പഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്ത് കിട്ടാനാണ് കേട്ടോ നല്ല ടൈം എടുക്കണേ. ഇത് ചെയ്ത് കിട്ടാനാണ് നല്ല ടൈം ആകുന്നത്. ഓൾറെഡി ഇത് പഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണം ഇട്ടിട്ട് വേണം കറക്റ്റ് അളവെടുക്കാൻ വേണ്ടി. ഇത് ഫ്രണ്ടിലത്തെ കാവടിയും കാര്യങ്ങളും വെച്ച് അതിൻ്റെ കറക്റ്റ് ലെവലും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇത് ബാക്കിൽ നമ്മൾ പടുത വലിച്ചടിക്കുക കേട്ടോ. വലിച്ചടിച്ചാലാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇന്നത്തെ നമ്മുടെ അടിപൊളി കിടക്കാച്ചി വീഡിയോ എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടിയും കാര്യങ്ങളും പണികൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ അടിപൊളിയായിട്ട് വണ്ടിയും കാര്യങ്ങളും പണിത് തരാം. കേരളത്തിൽ എവിടെയാണെങ്കിലും അവിടുന്ന് വണ്ടി ഓടിച്ച് വന്നാൽ മതി, നമുക്ക് അടിപൊളിയായിട്ട് പണിത് തരാം. പിന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അവിടെ വന്ന് വണ്ടിയും കാര്യങ്ങളും എടുത്ത് പണിത് തിരിച്ചു കൊണ്ട് തരുന്നതായിരിക്കും. ഈ ദിവസം കണ്ണൂരിൽ നിന്നൊരു വണ്ടി അടിപൊളിയായിട്ട് പണിത് പോയി. പിന്നെ ഒരു മലപ്പുറത്തു നിന്നൊരു വണ്ടി വന്നു. അങ്ങനെ കുറേ അധികം ജില്ലകളിൽ നിന്ന് വണ്ടിയും കാര്യങ്ങളും വന്ന് അടിപൊളിയായിട്ട് പണിയും കാര്യങ്ങളും കഴിഞ്ഞ് പോകുന്നുണ്ട്. ഒരാഴ്ച പുള്ളി വ്യാഴാഴ്ച വന്നു, ചൊവ്വാഴ്ച ആയപ്പോഴത്തേനും വണ്ടിയുടെ വർക്കും കാര്യങ്ങളും ഫുള്ള് കഴിഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ തിങ്കളാഴ്ച വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശനിയാഴ്ച വൈകിട്ടത്തിന് അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ വണ്ടി കിട്ടും, തിരക്കൊന്നും ഇല്ലെങ്കിൽ. നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെറഫി പോയി പെട്ടെന്ന് വണ്ടി കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാച്ചി വീഡിയോ കാണാം. ബൈ ബൈ.